ഹായ് നമസ്കാരം. എവർക്കും PSC ക്ലെയിമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ക്ലാസ്സുകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, ഞാൻ കോളേജിൽ ലെക്ചററായിട്ടൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ എൻട്രിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൻ്റെ ഒക്കെ ഒരു തിരക്ക് വന്ന സമയത്താണ് ഇതൊന്ന് കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സുകളൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറ്റുന്ന പോലെ ക്ലാസ്സുകളൊക്കെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇനി ഡിഗ്രി പ്രിലിംസ് ആണല്ലോ വരുന്നത്. സോ ഞാൻ വിചാരിച്ചു ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വിത്ത് റിലേറ്റഡ് ഫാക്റ്റിൻ്റെ ഒരു സെഷൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു 5 ക്വസ്റ്റ്യൻസും ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള വിവിധ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 71/2024 എന്ന കോഡ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതൊരു ഡിഗ്രി പ്രിലിംസ് എക്സാം ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഡിലീറ്റഡ് ആണ്. ബാക്കിയെല്ലാം ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു 10 എണ്ണത്തിൽ നിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി നമ്മുടെ വിവിധ പരീക്ഷകളിൽ 10th ലെവലിൽ +2 ലെവലിലൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി എന്നുള്ള പ്രസ്താവന ശരിയാണ്. ദെൻ 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്കറിയാം EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് അറിയാം അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാവും. ദെൻ 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇനി ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൂടി നോക്കിയേക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്. 1924 മാർച്ച് 30 ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ശ്രീമൂലം തിരുനാളായിരുന്നു. ഓക്കെ, അപ്പോൾ 1924 കാലഘട്ടമാണല്ലേ. അപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. ദെൻ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സേതുലക്ഷ്മി ഭായി ആണ്. ആരാണ്? സേതുലക്ഷ്മി ഭായി ആണ്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് ഈ EV രാമസ്വാമി നായ്ക്കരെയാണ്. നമുക്കറിയാം വൈക്കത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമുണ്ട്. അപ്പം അങ്ങനെയും ചോദിക്കാം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ്. സോ അപ്പം നമ്മൾ പറഞ്ഞത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളാണ്. അവസാനിച്ച സമയത്തെ ആവട്ടെ സേതുലക്ഷ്മി ഭായി ആണ്. പിന്നെ EV രാമസ്വാമി നായ്ക്കറെ വൈക്കം വീരൻ എന്നാണ് അറിയപ്പെടുന്നത്. EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ഇനി അടുത്തതാണ് വൈക്കം സത്യാഗ്രഹം നയിച്ച നേതാക്കൾ ആരാണെന്ന് ചോദിക്കാം. അതാരൊക്കെയാണ്? TK മാധവനുണ്ട്, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, പരമേശ്വരൻ പിള്ള. പേര് പഠിച്ചു വെച്ചോണേ. വൈക്കം സത്യാഗ്രഹം നയിച്ച നേതാക്കന്മാർ TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, പരമേശ്വരൻ പിള്ള. ഈ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയൊക്കെ നയിച്ചിട്ടുണ്ട്, അത് നമ്മളിവിടെ പറയുന്നുണ്ട്.
അടുത്ത പോയിന്റ് ഇതാണ്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ആരുടെ ഉപദേശപ്രകാരമാണ് സവർണ ജാഥ നയിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെയാണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ്. ആരാണ് സവർണ ജാഥ നയിച്ചത്? മന്നത്ത് പത്മനാഭനാണ്. ഇനി ഇതേപോലെ തന്നെ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്കും സവർണ ജാഥ നയിക്കപ്പെട്ടു. ഇത് നേതൃത്വം നൽകിയത് ഡോക്ടർ എം ഇ നായിഡു ആണ്. സോ ഡോക്ടർ എം ഇ നായിഡു നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് എന്ന് ഓർത്തു വച്ചേക്കുക. അതേപോലെ വൈക്കം സത്യാഗ്രഹം ഏകദേശം 603 ദിവസങ്ങളാണ് നീണ്ടു നിന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തേക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ ബാക്കി 10 ക്വസ്റ്റ്യൻസിലും 3ാമത്തെ ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഡിലീറ്റഡ് ആണ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ. സോ നമുക്കിനി നോക്കാനുള്ളത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് അന്തരീക്ഷ പാളികളും അവയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ 11ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം നമുക്ക് നോക്കാം. അതായത് സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഓസോൺ കാണപ്പെടുന്ന ലെയർ ആണെന്നുള്ള രീതിയിൽ. സോ നമുക്ക് പറയാം മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിലാണ്. അടുത്തത് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അടുത്തത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറയുന്നു എന്ന സവിശേഷതയുള്ള അന്തരീക്ഷ പാളിയാണ്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറയുന്നതിൻ്റെ സവിശേഷത എന്താണ്? അറോറ ബൊറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് ലെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ SCERT-യിലൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. അതാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പോൾ ഇത് ഓർഡറിൽ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇതിൻ്റെ ഓർഡർ ഓർത്തിരിക്കാൻ ഞാൻ ചെറിയൊരു കോഡ് പറയാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോഡുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കോഡ് പറയുന്നത്, ആവശ്യമുള്ളവർ ആ രീതിയിൽ എളുപ്പമാണെങ്കിൽ അത് പഠിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കോഡ്. ട്രസ്റ്റ് മീ ദ എക്സ്. എന്താണ്? ട്രസ്റ്റ് മീ ദ എക്സ്. അപ്പോൾ ഇതിൽ നോക്കിക്കൊള്ളുക. ട്രസ്റ്റ് എന്നുള്ളതിൻ്റെ TRനെ പറ്റി നമ്മൾ ഓർക്കുക. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴത്തുള്ളത് എന്ന് കിട്ടും. ദെൻ ട്രസ്റ്റിലെ ST ആണ് സ്ട്രാറ്റോസ്ഫിയറിനെ സൂചിപ്പിക്കുന്നത്. സോ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. പിന്നെ മീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീസോസ്ഫിയർ ആണ്. പിന്നെ അടുത്തതോ ട്രസ്റ്റ് മീ ദ എക്സ് എന്നല്ലേ. അപ്പോൾ സോ ദി സൂചിപ്പിക്കുന്നത് തെർമോസ്ഫിയറിനെയാണ്. ആൻഡ് ലാസ്റ്റ് എക്സ് സൂചിപ്പിക്കുന്നത് എക്സോസ്ഫിയറിനെയാണ്. സോ ഈ ഒരു കോഡ് വെച്ച് നമുക്കിത് കറക്റ്റ് ഓർഡറിലൊന്ന് ഓർത്തു വെക്കാം. ഇനി SCERT-യിൽ ഇതിൻ്റെ കുറച്ച് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ട്രോപ്പോസ്ഫിയറിനെ പറ്റിയാണ്. നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി ഏത് എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ഭൗമോപരിതലത്തിൽ നിന്നും എത്ര മീറ്റർ ഉയരം വരും എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. 13 കിലോമീറ്റർ ഉയരം വരും. ഇനി ധ്രുവപ്രദേശത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ഏകദേശം 18 കിലോമീറ്ററുമാണ് ട്രോപ്പോസ്ഫിയറിലേക്കുള്ള ഉയരം വരുന്നത്. സോ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ശരാശരി ഉയരമൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി എന്താണ് പ്രത്യേകത? പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള പാളി
ട്രോപ്പോസ്ഫിയറാണ്. കാരണം ഏറ്റവും താഴെയുള്ള പാളിയാണെന്ന് പറഞ്ഞു അല്ലേ. കൂടാതെ മേഘ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. അപ്പോൾ പൊടിപടലങ്ങൾ വളരെ കൂടുതലാണ്, ജലബാഷ്പത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പിന്നെയോ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റു തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയറാണ്. ഇനി ഇവിടുത്തെ വളരെ പ്രത്യേകത ഏറിയ ഒന്നാണ് നോർമൽ ലാപ്സ് റേറ്റ്, അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയും. അതായത് ഈ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൽ ഒരു സവിശേഷതയായിട്ട് ആ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടായിരുന്നത് അല്ലേ. അതായത് നമ്മൾ കണ്ടു, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്നറിയപ്പെടുന്നത്. സോ എന്താണ് ഇവിടെ നടക്കുന്നത്? ഭൗമോപരിതലത്തിൽ നിന്ന് 165 മീറ്റർ ഉയരത്തിൽ, ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ട്രോപ്പോസ്ഫിയറിനെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ ആണല്ലേ. ട്രസ്റ്റ് മീത എക്സ് എന്നാണ്. സോ അടുത്ത ST സൂചിപ്പിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിനെയാണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ അവിടെ, അതായത് തൊട്ട് മുമ്പ് ട്രോപ്പോസ്ഫിയർ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു 13 കിലോമീറ്റർ ആണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരം. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കേസിലാണെങ്കിൽ 50 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. സോ സ്ട്രാറ്റോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോഴത്തേക്കും താപം വർദ്ധിച്ചായിരിക്കും വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ. ദെൻ നമ്മൾ പറഞ്ഞു ഓസോൺ പാളി ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. ദെൻ അടുത്തത് മീസോസ്ഫിയറിലേക്ക് വരാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. അപ്പോൾ മീസോസ്ഫിയറിലും എന്താണ്, ഉയരം കൂടുന്നതനുസരിച്ച് താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -डिग्री, അതായത് -100 ഡിഗ്രി സെൽഷ്യസിൽ വരെ താഴാറുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാവുന്നത് ഈ പാളിയിൽ വെച്ചാണ്. സോ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണെന്ന് ഓർക്കുക. അതേപോലെ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാലും മീസോസ്ഫിയർ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് തെർമോസ്ഫിയർ. അപ്പം എന്താണ് അടുത്ത തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകത? മീസോസ്ഫിയറിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു എന്നുള്ളതാണ് തെർമോസ്ഫിയറിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഈ തെർമോസ്ഫിയറിൻ്റെ തന്നെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. ഓക്കെ, അപ്പോൾ അതുകൂടെ ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എക്സോസ്ഫിയർ വേറെ, എക്സോസ്ഫിയർ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ്. അപ്പോൾ ഇനി അയണോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ
തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാതക തന്മാത്രകളെ അയോൺസ് ആക്കി മാറ്റുന്നത് കൊണ്ട് തന്നെയാണ് അയണോസ്ഫിയർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഇത്തരത്തിൽ വാതക തന്മാത്രകൾ അയോൺസായി മാറുന്ന പ്രക്രിയയെ അയോണീകരണം അല്ലെങ്കിൽ അയണൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന അന്തരീക്ഷ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓർത്തു വെക്കേണ്ട എന്താണ്, തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് കാണപ്പെടുന്നതാണ് അയണോസ്ഫിയർ. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാണപ്പെടുന്ന അൾട്രാ വയലറ്റ്, അതായത് UV റേസ്, എക്സ്റേ റേസ് പോലെയുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റേസ് ആണ് വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നത്. അയോണുകൾക്ക് നമുക്കറിയാം എന്താണ്, വൈദ്യുതി കടത്തിവിടാൻ പറ്റും അല്ലേ. അയോൺസ് ആണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. സോ അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ എന്നും കൂടെ ഓർത്തു വച്ചേക്കുക. അടുത്തതാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന പാളി ഏതാണ്? അത് എക്സോസ്ഫിയർ ആണ്. അതായത് ഏകദേശം 400 കിലോമീറ്ററിന് മുകളിലായിട്ടാണ് എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെയർ ആയതുകൊണ്ട് തന്നെ എന്താണ്, വായു തന്മാത്രകളുടെ പ്രസൻസ് അവിടെ വളരെ കുറവാണ്. അതായത് ബഹിരാകാശത്തിൻ്റെ ആ ഒരു സ്പേസിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ജലപാത NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കറിയാം ദേശീയ ജലപാതകൾ 5 എണ്ണമുണ്ട്. അതിൽ NW3 അല്ലെങ്കിൽ ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൂടെ ഉള്ളതാണല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. കോട്ടപ്പുറം ടു കൊല്ലമാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, 5 ദേശീയ ജലപാതകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി നോക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം ഓർത്തു വെച്ചേക്കണേ. അതായത് 1986 സ്ഥാപിതമായ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയാണ് 1986 സ്ഥാപിതമായ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയാണ് ഇത്തരത്തിൽ ജലപാതകളെ 5 ജലപാതകളെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. സോ 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. NW1 ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ അലഹബാദ് ടു ഹാൽദിയ വരെയാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. അലഹബാദ് ടു ഹാൽദിയ വരെയാണ് ദേശീയ ജലപാത 1. അടുത്തത് NW2. ഇത് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സതിയ മുതൽ ധൂബ്രി വരെയാണ്. പിന്നെ വരുന്നതാണ് ദേശീയ ജലപാത 3. നമ്മൾ പറഞ്ഞു കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. പശ്ചിമതീര കനാലാണ്. അടുത്തത് NW4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത 4. അടുത്തത് ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത 5. സോ ഓരോന്നും ഓർത്തു വച്ചേക്കുക. NW1 ആണെങ്കിൽ അലഹബാദ് ടു ഹാൽദിയ, NW2 ആണെങ്കിൽ ബ്രഹ്മപുത്ര നദിയിലാണ്, സതിയ മുതൽ ധൂബ്രി വരെ. NW3 ആണെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാലിലാണ്. NW4 ആണെങ്കിൽ ഗോദാവരി കൃഷ്ണ നദികൾ ആയിട്ട് ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. NW5 ആണെങ്കിൽ പൂർവ്വതീര കനാലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ പ്രദേശങ്ങളിൽ. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഓർത്തു വെക്കേണ്ടത്, ഏറ്റവും നീളമേറിയ ദേശീയ ജലപാത ഏത്
എന്ന് ചോദിച്ചാൽ ആൻസർ NW1 ആണ്. 1620 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം വരുന്നത്. ദെൻ അതിന് ശേഷമാണ് ദേശീയ ജലപാത 4 വരുന്നത്. ഇത് 1905 കിലോമീറ്റർ ആണ്. ദെൻ മൂന്നാമത് വരുന്നത് രണ്ടാമത്തെ ദേശീയ ജലപാതയാണ്. അതായത് ബ്രഹ്മപുത്ര നദിയിലെ സതിയ മുതൽ ധൂബ്രി വരെയുള്ള അത് 891 കിലോമീറ്റർ ആണ്. സോ ഫസ്റ്റ് NW1 ആണ് 1620 കിലോമീറ്റർ. ദെൻ NW4 ആണ് 1905 കിലോമീറ്റർ. ദെൻ NW2 ആണ് 891 കിലോമീറ്റർ. അതിനുശേഷം ദേശീയ ജലപാത 5 ആണ് 623 കിലോമീറ്റർ. ലാസ്റ്റ് ആണ് നമ്മുടെ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത 3 വരുന്നത്. വെറും 205 കിലോമീറ്റർ ആണ് അതുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് വിവിധ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് പ്രോഗ്രാമിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിലേതെങ്കിലും 1 2 എണ്ണം അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. കാര്യം എല്ലാവരും പഠിച്ചു പോകുന്ന ഒരു ടോപ്പിക് ആയിരിക്കില്ല ഇത്. പക്ഷേ 1 2 എണ്ണം, അതായത് നമ്മുടെ ഇന്ത്യയുടെ അറിയാമെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുടെ അറിയാമെങ്കിൽ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക. നമുക്കറിയാം ഇന്ത്യയുടെയാണ് ഇൻസാറ്റ്. നമ്മൾ ഇൻസാറ്റ് സീരീസിനെ പറ്റിയൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഇൻസാറ്റ് ഇന്ത്യയുടെയാണ്, അതായത് B4 ആണ് വരുന്നത്. അപ്പോൾ B4 വരുന്ന 3 ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, ഉൽക്ക 3 നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ, ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. അത് ആരുടെയാണ്? റഷ്യയുടെയാണ്. സോ ഡി ഏത് വരും? D3 വരും. D3 വരുന്ന ഒരെണ്ണമേ ഉള്ളൂ. സോ നോക്കിക്കൊള്ളുക, B4ഉം D3യും വന്നാൽ നമുക്ക് കിട്ടി ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. സോ ബാക്കിയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഗോസ് അല്ലെങ്കിൽ GOES, ഗോസ് USA-യുടെയാണ്. സ്പോട്ട് ഫ്രാൻസിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വച്ചേക്കാം. അതേപോലെ ഇന്ത്യയുടെ മറ്റ് സാറ്റലൈറ്റുകളാണ് GSAT സീരീസ് ഉണ്ട് ഇതേപോലെ തന്നെ. പിന്നെ അതേപോലെ ആര്യഭട്ട മുതൽ വിവിധ സാറ്റലൈറ്റുകൾ ഇന്ത്യയുടേതായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതും ഒക്കെയുണ്ട്. സോ അത് സാറ്റലൈറ്റുകളെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. 1 4 ശരി എന്നുള്ളതാണ്. അതായത് ബാബർ ട്രാക്ട് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. അതേപോലെ ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഭങ്കറിനെ പറ്റിയും ഗദറിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പഠിക്കാം. ഭാബർ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ കാണപ്പെടുന്ന ഇടുങ്ങിയ ബെൽറ്റിൽ പരുക്കൻ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് ഈ ഒരു മേഖല, ഭാബർ മേഖല രൂപപ്പെടുന്നത്. ദെൻ അടുത്തത് ടെറായി മേഖല. ഇടതൂർന്ന വനങ്ങളുള്ള ഒരു ചതുപ്പ് നില പ്രദേശമായ ഈ പ്രദേശത്ത് ഗണ്യമായ മഴ ലഭിക്കുന്നു. കൂടാതെ അതുല്യമായ ജൈവ വൈവിധ്യത്തിന് പേരുകേട്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ടെറായി എന്ന് പറയുന്നത് എന്താണ്? അമിതമായ നനവുള്ള ഒരു മേഖലയാണെന്ന്. സോ 4ാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലേ? അതേപോലെ 1ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി അടുത്തത് ഭങ്കർ മേഖലയെ പറ്റിയാണ്. ഭങ്കർ മേഖലയെ പറ്റിയാണ്. ഈ പ്രദേശം പഴയ എക്കൽ നിക്ഷേപങ്ങൾ ഉൾക്കൊള്ളുന്നു. അല്പം ഉയർന്നായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ്. ദെൻ അടുത്തത് ഖാദർ മേഖല. നദികളോട് ചേർന്നുള്ള ഈ പ്രദേശം ഇടയ്ക്കിടെ വെള്ളപ്പൊക്കത്തിന് വിധേയമാകുന്നു. ഇത് പുതിയതും ഫലഭൂഷ്ടവുമായ മണ്ണിൻ്റെ നിക്ഷേപത്തിലേക്ക് നയിക്കുന്നു. സോ അതാണ് ഖാദർ മേഖലയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കേട്ടോ. 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി വരുന്ന ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്